അപ്പൊ നമ്മുടെ ഗ്രിഡ് ബേസ്ഡ് മെത്തേഡിനകത്തെ രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ക്ലിക്ക് ക്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലസ്റ്ററിംഗ് ഇൻ ക്വസ്റ്റ്. അതിന്റെ ഫുൾ ഫോം. ഇപ്പൊ ക്ലിക്ക് ക്യൂ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഗ്രിഡ് ബേസ്ഡ് മെത്തേഡ് ആണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഡെൻസിറ്റി ബേസ്ഡ് മെത്തേഡിന്റെ കുറച്ച് ടെക്നിക്കുകൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കുക, ക്ലിക്ക് ക്യൂ ഈസ് എ density based and grid based subspace clustering algorithm. അപ്പം ക്ലിക്ക് ക്യൂ എന്ന് പറയുന്നതിനകത്ത് ഡെൻസിറ്റി ബേസ്ഡിന്റെയും ക്ലസ്റ്ററിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രിഡ് ബേസ്ഡിന്റെയും പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഗ്രിഡ് ബേസ്ഡ്, it discretes the data space through a grid and estimates the density by counting the number of points in a grid cell. Density based, a cluster is a maximal set of connected dense units in a subspace. A unit is dense if the fraction of total data points contained in the unit exceeds the input model parameter. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്റ്റിങ്ങിനകത്ത് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, സ്റ്റിങ്ങിനകത്ത് നമ്മൾ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, നമ്മുടെ കൈവശമുള്ള ഡേറ്റ സെറ്റിനെ നമ്മൾ കുറേയധികം സെല്ലുകളായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് ആ സെല്ലുകൾക്കകത്ത് കുറേയധികം ഡേറ്റ ഒബ്ജക്റ്റുകൾ വരുന്നു. ചില സെല്ലിനകത്ത് കൂടുതൽ വരാം, ചില സെല്ലിനകത്ത് കുറച്ച് ഡേറ്റ ഒബ്ജക്റ്റുകൾ വരാം. അപ്പൊ അവിടെ വരുന്ന ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എണ്ണം കണക്കാക്കുന്നില്ല എന്നത് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അവിടെ എന്ത് മാത്രമേ കണക്കാക്കുന്നുള്ളൂ, ആ ഡേറ്റ സെറ്റിനകത്തെ നമ്പർ ഓഫ് ഡയമെൻഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് മാത്രമേ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഒരു ഡേറ്റ ഒബ്ജക്റ്റിന് ഒരുപാട് ആട്രിബ്യൂട്ട്സ് വരാം അല്ലെങ്കിൽ ഡയമെൻഷൻസ് വരാം. അപ്പൊ ഒരു ആട്രിബ്യൂട്ടിന് ഒരു ഡേറ്റയ്ക്ക് 10 ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ആ 10 എണ്ണവും ഒരുപോലെ പ്രയോറിറ്റി ഉള്ളതാകണമെന്നില്ല. ചില ആട്രിബ്യൂട്ടുകൾക്ക് വാല്യൂ കൂടുതലും ചില ആട്രിബ്യൂട്ടുകൾക്ക് വാല്യൂ കുറവുമായിരിക്കും. ഇപ്പൊ ഒരു യൂസർ എന്തെങ്കിലും ഒരു ക്വറി പ്രോസസ് ചെയ്യുവാണെങ്കിൽ അയാൾക്ക് അന്നേരം ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ആട്രിബ്യൂട്ട് എന്താണോ അതിനുള്ള വാല്യൂ കൊടുക്കുന്നു, ചെക്ക് ചെയ്യുന്നു, അയാൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടണം, അങ്ങനെയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് യൂസേഴ്സ് ഇങ്ങനെ ക്വറി പ്രോസസ് ചെയ്യുമ്പം ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ടുകൾ വരാം, ഫ്രീക്വന്റ് ആയിട്ട് വരാത്ത ആട്രിബ്യൂട്ടുകൾ വരാം. ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലിക്ക് ക്യൂ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് ചോദിച്ചാല്, നമ്മുടെ കൈവശമുള്ള ഡേറ്റ സെറ്റിനെ നമ്മൾ സെല്ലുകളായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഗ്രിഡ് ബേസ്ഡ് വരുന്നത്. അതായത് ഗ്രിഡ് ബേസ്ഡും വരുന്നുണ്ട്, ഡെൻസിറ്റിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് ഗ്രിഡ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കൈവശമുള്ള ഡേറ്റയെ നമ്മൾ പല പല സെല്ലുകളായിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. അവിടെയാണ് ഗ്രിഡ് ബേസ്ഡിന്റെ പ്രിൻസിപ്പിൾ വരുന്നത്. ഇനി ഡെൻസിറ്റി ബേസ്ഡ് എന്ന് പറഞ്ഞാലോ, ആ പ്രിൻസിപ്പിൾ വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല്, നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്യുമ്പം അതിനകത്തെ ഓരോ സെല്ലിനകത്തും വരുന്ന നമ്പർ ഓഫ് ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എണ്ണം നമ്മൾ ഇവിടെ മാറ്റർ ചെയ്യുന്നുണ്ട്. ഒരു സെല്ലിനകത്ത് വരുന്ന നമ്പർ ഓഫ് ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എണ്ണവും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് ഡെൻസിറ്റി ബേസ്ഡ് വരുന്നത്. ഡെൻസിറ്റി ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ഡേറ്റ ഒബ്ജക്റ്റ് എടുത്താൽ അതിന് ചുറ്റിനും ആ ഡിസ്റ്റൻസിൽ വരുന്ന നെയ്ബർഹുഡുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നല്ലായിരുന്നു. അതുപോലെ തന്നെ ഒരു സെല്ലിനകത്ത് വരുന്ന നമ്പർ ഓഫ് ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എണ്ണം നമ്മളിവിടെ കണക്കാക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് മെത്തേഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ക്ലിക്ക് ക്യൂ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് വരുന്നത് സബ്സ്പേസ് ക്ലസ്റ്ററിംഗ്. എ സബ്സ്പേസ് ക്ലസ്റ്റർ ഈസ് എ സെറ്റ് ഓഫ് neighboring dense cells in an arbitrary subspace. It also discovers some minimal descriptions of the clusters. It automatically identifies subspaces of a high dimensional data space that allow better clustering than original space using the a priori principle. അപ്പൊ ഈ കാര്യങ്ങള് അൽഗോരിതം പറയുന്നുണ്ട്, അതിനകത്ത് പറയാം എന്താന്നുള്ള കാര്യം. അപ്പൊ ക്ലിക്ക് ക്യൂവിന്റെ ഒരു അൽഗോരിതത്തിന്റെ വർക്കിംഗ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് 3 സ്റ്റെപ്പുകളായിട്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഐഡന്റിഫൈ സബ്സ്പേസസ് ദാറ്റ് കണ്ടെയ്ൻ ക്ലസ്റ്റേഴ്സ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ക്ലസ്റ്റേഴ്സ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജനറേറ്റ് മിനിമൽ ഡിസ്ക്രിപ്ഷൻസ് ഫോർ ദ ക്ലസ്റ്റേഴ്സ്. ഒന്നാമത്തെ സ്റ്റെപ്പിനകത്ത് എന്താ ചെയ്തെന്ന് നോക്കാം. പാർട്ടീഷൻ ദ ഡേറ്റ സ്പേസ് ആൻഡ് ഫൈൻഡ് ദ നമ്പർ ഓഫ് പോയിന്റ്സ് ദാറ്റ് ലൈ ഇൻസൈഡ് ഈച്ച് സെൽ ഓഫ് ദ പാർട്ടീഷൻ. ഐഡന്റിഫൈ ദ സബ്സ്പേസ് ദാറ്റ് കണ്ടെയ്ൻ ക്ലസ്റ്റേഴ്സ് യൂസിംഗ് ദ എ പ്രയോറി പ്രിൻസിപ്പിൾ. അപ്പൊ ഇവിടെ നമ്മള് ക്ലാസിഫിക്കേഷനകത്ത് പഠിച്ച എ പ്രയോറി അൽഗോരിതത്തിന്റെ ഒരു പ്രിൻസിപ്പിളും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് എന്താ, ഐഡന്റിഫൈ സബ്സ്പേസസ് ദാറ്റ് കണ്ടെയ്ൻ ക്ലസ്റ്റേഴ്സ്. ആദ്യമേ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാല്, നമ്മുടെ കൈവശമുള്ള ഡേറ്റ സെറ്റിനെ നമ്മൾ പല പല സെല്ലുകളായിട്ട് പാർട്ടീഷൻ ചെയ്ത് ആ ഓരോ സെല്ലിലോട്ടും ഡേറ്റ ഒബ്ജക്റ്റുകൾ ആക്കി വെക്കുന്നു.
അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി ആ ഒന്നാമത്തെ സ്റ്റെപ്പിനകത്ത് തന്നെ വരുന്ന രണ്ടാമത്തെ കാര്യമാണ് എ പ്രയോറി പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നുള്ള കാര്യം. അവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? ഓരോ സെല്ലിനകത്തും വന്നിരിക്കുന്ന ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എണ്ണം നോക്കുന്നു. ഇനി ആ ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എണ്ണവും അതുമായിട്ട് ബന്ധപ്പെട്ട ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. എ പ്രയോറി നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്തത്? ഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എ പ്രയോറി അൽഗോരിതം യൂസ് ചെയ്തത്. അതുപോലെ തന്നെ എ പ്രയോറി അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്ന എന്താണ്? ഓരോ സെല്ലിനകത്തും വന്നിരിക്കുന്ന ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് യൂസർ എപ്പോഴും ആവശ്യപ്പെടുന്നതാണോ അല്ലെങ്കിൽ യൂസർ ഫ്രീക്വന്റ് ആയിട്ട് മൈനിങ്ങിന് വേണ്ടി ആവശ്യപ്പെടുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യം കണ്ടുപിടിച്ച് വെക്കുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലോ, ഐഡന്റിഫൈ ക്ലസ്റ്റേഴ്സ്, ഡിറ്റർമൈൻ ഡെൻസ് യൂണിറ്റ്സ് ഇൻ ഓൾ സബ്സ്പേസസ് ഓഫ് ഇൻട്രസ്റ്റ്, ഡിറ്റർമൈൻ കണക്റ്റഡ് ഡെൻസ് യൂണിറ്റ്സ് ഇൻ ഓൾ സബ്സ്പേസസ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? ഇവിടെയാണ് നമ്മുടെ ഡെൻസിറ്റി എന്ന് പറയുന്ന കാര്യം ചെക്ക് ചെയ്യുന്നത്. ഇവിടെ എന്താ വരുന്നത്? ഒരു സെല്ലിനകത്ത് വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എണ്ണം കണക്കാക്കി വെക്കുന്നു. ഡെൻസിറ്റി ബേസ്ഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു സെല്ലിനകത്ത് വരുന്ന നമ്പർ ഓഫ് ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എണ്ണം ഡെൻസിറ്റി ഉള്ളതാണോ, കൂടിയതാണോ, കുറഞ്ഞതാണോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ച് വെക്കുന്നു. ആ കൂടെ തന്നെ നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നു? ഒരു സെല്ലിനകത്ത് വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഉള്ളതാണെങ്കിൽ ആ സെല്ലിനോട് കൂടി തൊട്ടടുത്ത് വരുന്ന സെല്ലും ഡെൻസിറ്റി ഉള്ളതാണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്ത് വെക്കുന്നു. ഇവിടെ നമ്മൾ ഡെൻസിറ്റിക്ക് ത്രെഷോൾഡ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നത്? ഒരു സെല്ലിനകത്ത് വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് യൂസർ സ്പെസിഫൈ ചെയ്യുന്ന ഡെൻസിറ്റി ത്രെഷോൾഡ് ഈക്വലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ അത് ഡെൻസിറ്റി ഉള്ള സെല്ലാണെന്ന് കണക്കാക്കുന്നു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അടുത്ത സെല്ലിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നു? ഡെൻസിറ്റി കൂടുതലുള്ളതാണോ അല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് വെക്കുന്നു. ഇനി ഡെൻസിറ്റി കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് വെച്ച് നമ്മൾ ക്ലസ്റ്റർ ഫോം ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ മാക്സിമൽ റീജിയൻസ് ദാറ്റ് കവർ എ ക്ലസ്റ്റർ ഓഫ് കണക്റ്റഡ് യൂണിറ്റ്സ് ഫോർ ഈച്ച് ക്ലസ്റ്റർ, ഡിറ്റർമൈൻ മിനിമൽ കവർ ഫോർ ഈച്ച് ക്ലസ്റ്റർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പിനകത്ത് നമ്മൾ ഏറ്റവും മാക്സിമം റീജിയൻസ് ദാറ്റ് കവേഴ്സ് എ ക്ലസ്റ്റർ ഓഫ് കണക്റ്റഡ് ഡെൻസ് യൂണിറ്റ്സ് ഫോർ ഈച്ച് ക്ലസ്റ്റർ. ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? ഓരോ സെല്ലിനകത്തും വന്നിരിക്കുന്ന ഡെൻസിറ്റി കൂടുതലുള്ളതും ഡെൻസിറ്റി കുറവുള്ള കാര്യങ്ങളും കൂടെ ക്ലസ്റ്റേഴ്സിനെ കൂടെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് വെക്കുന്നു. ഇനി ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എ പ്രയോറി അൽഗോരിതം യൂസ് ചെയ്ത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന സെല്ലുകൾ കണ്ടുപിടിച്ച് വെച്ചു. ഫ്രീക്വന്റ് ആയിട്ട് ആട്രിബ്യൂട്ട്സ് വരുന്ന സെല്ലുകൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു വെച്ചു? ഡെൻസിറ്റി കൂടുതൽ വരുന്ന, അതായത് ഫ്രീക്വന്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് വരുന്ന സെല്ലിലാണോ ഡെൻസിറ്റി കൂടുതലുള്ള ഡേറ്റ ഒബ്ജക്റ്റുകൾ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെയാണ് നമ്മൾ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഡേറ്റാനെ, അതായത് ഈ 3 സ്റ്റെപ്പും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ ഡേറ്റാനെ പല പല സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഓരോ സെല്ലിനകത്തും വന്നിരിക്കുന്ന ഡേറ്റ ഒബ്ജക്റ്റുകളുടെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യം എ പ്രയോറി അൽഗോരിതം യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് വെക്കുന്നു. അടുത്ത സ്റ്റെപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ സെല്ലിനകത്തും വന്നിരിക്കുന്ന ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എണ്ണം നോക്കുന്നു. അത് ഡെൻസിറ്റി കൂടുതലുള്ളതാണോ അല്ലെങ്കിൽ ഡെൻസിറ്റി കുറവുള്ളതാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് വെക്കുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ രണ്ട് സ്റ്റെപ്പുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഫ്രീക്വന്റ് ആയിട്ട് ആട്രിബ്യൂട്ട് വരുന്ന സെല്ലിനകത്താണോ കൂടുതൽ നമ്പർ ഓഫ് ഡേറ്റ ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ടടുത്തും ഇതുപോലെ തന്നെ ഡെൻസിറ്റി കൂടുതലുള്ള ഡേറ്റ ഒബ്ജക്റ്റുകളും അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ടുകളുമുള്ള സെല്ലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇനി അങ്ങനെയുള്ള സെല്ലുകൾ അടുത്തടുത്ത് വരികയാണെങ്കിൽ അവയെ തമ്മിൽ കൂട്ടി ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പൊ അതായിരിക്കും നമ്മുടെ ഈ അൽഗോരിതത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ക്ലിക്യുവിന്റെ അൽഗോരിതം നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല, ജസ്റ്റ് അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊരു എക്സാമ്പിൾ ഫിഗർ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ആട്രിബ്യൂട്ട്സുകൾക്ക് ഒരു റേഞ്ച് ഓഫ് വാല്യൂ ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് വാല്യൂസ് അല്ല, കണ്ടിന്യൂസ് വാല്യൂസ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെ നോക്കി നമ്മുടെ കൈവശമുള്ള ഡേറ്റാ സെറ്റിനെ നമ്മൾ പല പല സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു. ഓരോ സെല്ലിനകത്തും വരുന്ന ഡേറ്റ ഒബ്ജക്റ്റുകളാണ് ഈ ഡോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? നമ്മൾ എന്ത് ചെയ്യുന്നു?
ഇപ്പൊ ഈ സെൽ എടുക്കുകയാണെങ്കിൽ ഈ സെല്ലിനകത്താണോ യൂസർ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. അതുപോലെ ഓരോ സെല്ലിനകത്തും ചെക്ക് ചെയ്യുന്നു. ഈ സെല്ലിനകത്താണോ കൂടുതൽ ആട്രിബ്യൂട്ട്സ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സെല്ലിനകത്താണോ കൂടുതൽ ആട്രിബ്യൂട്ട്സ്, അതായത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സ് വന്നിരിക്കുന്നത്, എണ്ണമല്ല, ഫ്രീക്വന്റ് ആയിട്ട് യൂസർ ആവശ്യപ്പെടുന്ന ആട്രിബ്യൂട്ട്സുകൾ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സെല്ലിനകത്ത് വന്നിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന സെല്ലുകൾ ഏതാന്നൊക്കെയുള്ള കാര്യം കണ്ടുപിടിച്ച് വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും ഡേറ്റ ഒബ്ജക്റ്റുകൾ കൂടുതലുള്ള സെല്ലിനകത്താണോ ഈ ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂസറിന്റെ ആട്രിബ്യൂട്ട്സുകൾ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സെല്ലിനെ ഒരു ക്ലസ്റ്റർ ആക്കുന്നു. ഇനി അതിന് തൊട്ടടുത്തും ഇതേ പ്രിൻസിപ്പിൾ ഒക്കർ ചെയ്യുന്ന അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെൽ ഉണ്ടെങ്കിൽ അവയെ തമ്മിൽ കൂട്ടി ഒരു ക്ലസ്റ്റർ ആക്കുന്നു. അങ്ങനെ തൊട്ടടുത്ത സെല്ലുകൾ എല്ലാം ഡെൻസിറ്റി കൂടുതലുള്ളതുമാണ്, അല്ലെങ്കിൽ എ പ്രയോറി സാറ്റിസ്ഫൈ ചെയ്യുന്നതുമാണെങ്കിൽ നമ്മൾ അവയെല്ലാം കൂടെ കൂട്ടി ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഷെയ്ഡ് മാറ്റി കൊടുത്തിരിക്കുന്നതാണ് ഇവിടുത്തെ ക്ലസ്റ്റർ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയാണ് ക്ലിക്യൂ എന്ന് പറയുന്ന മെത്തേഡിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇതോടുകൂടി ക്ലസ്റ്ററിങ്ങിനകത്ത് 4 മെത്തേഡ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.